ഹായ് ചങ്കേളെ, എല്ലാവർക്കും മർഫിൻ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാടൻ ഹോട്ടലിൽ കിട്ടുന്ന നല്ല കുറുകിയ അയിലമീൻ കറിയുടേതാണ് ഇന്നത്തെ റെസിപ്പി. ഇത് തയ്യാറാക്കാൻ വേണ്ടി അയിലമീൻ വേണമെന്നില്ല, നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻ കറിയാണ് നമുക്ക് കിട്ടുന്നത്. ഈ കറിക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതിനു മുന്നേ മീൻ കറിയുടെ റെസിപ്പികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും എൻഡ് സ്ക്രീനിലും കൊടുത്തിരിക്കാം. അപ്പോൾ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ നാടൻ ഹോട്ടലിലെ കുറുകിയ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 700 ഗ്രാം അയിലയാണ്. അതിനെ നല്ലപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് വാളംപുളിയാണ്. അതിന് ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള വാളംപുളി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനെ ഒരു സ്പൂണോ കയ്യോ വെച്ചോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. സാധാരണ മീൻകറിയിൽ നിന്നും ഡിഫറൻസ് ആയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കണം. അതിനൊരു മൺചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. മൺചട്ടി അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. മീഡിയം തീയിൽ വെച്ചിട്ട് ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് വേവിക്കുക. അപ്പൊ ചെറിയുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് അതിനെ കോരി മാറ്റാം. ഇനി ഇതേ പാനിൽ തന്നെ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് തന്നെ ഒരു 4 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയുള്ളി കൂടുതലായി യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തരുന്നത്. ഇട്ടുകൊടുത്തിരിക്കുന്ന ചെറിയുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും, അഥവാ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി എടുത്താലും മതിയേ, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും. ഇട്ടുകൊടുത്തിരിക്കുന്ന മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിൽ വെച്ച് ഇളക്കി എടുക്കുക. തീ കൂട്ടി വയ്ക്കരുത്, മസാല കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ മസാല കൂടെ നല്ലപോലെ ഡ്രൈ ആയി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതിന്റെ ചൂട് നല്ലപോലെ മാറിയിട്ട് വേണം ഇതിനെ അരച്ചെടുക്കാൻ. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ അരയ്ക്കുന്ന ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരമുറി തേങ്ങ ചിരകിയതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് അരച്ച് കിട്ടാൻ വേണ്ടി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അരച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ചെയ്താലേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ അരച്ചെടുത്തത്. ഈ പരിപാടി മുഴുവൻ ഒരു മൺചട്ടിയിലാണ്. ഞാനൊരു ചട്ടി ചൂടാക്കാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. മീൻകറി എപ്പോഴും ചട്ടിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഒരു 12 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയാണ് ഈ കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ചെറിയ ഉള്ളി വെച്ച് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അഥവാ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി.
ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഒരു 3-4 മിനിറ്റ് ആവുമ്പോഴേക്കും ഇതുപോലെ വാടി കുക്കായി കിട്ടുന്ന സമയത്ത് ഒരു 3 പച്ചമുളക് നെടുവേ കീറിയതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് നമ്മൾ മുന്നേ ചേർത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്താലേ നല്ല കുറുകിയും നല്ല ടേസ്റ്റ് ആയിട്ടും കിട്ടത്തുള്ളൂ. ജാറിലിരിക്കുന്നതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളി അരിച്ചെടുത്തതാണ്, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൽ കുടംപുളി വേണമെങ്കിലും ചേർക്കാം. അങ്ങനെ കുടംപുളി ചേർക്കുന്നെങ്കിൽ 2 പീസ് കുടംപുളി വെള്ളത്തോടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഗ്രേവിക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിൻ്റെ മൂടി വെച്ച് അടച്ച് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നല്ലപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ മീൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അയില ഓരോന്നായിട്ട് ഇതിലേക്ക് പറക്കിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളി വലുതായിട്ട് കട്ട് ചെയ്തതും. തക്കാളി ഇതുപോലെ കട്ട് ചെയ്യുക, ഓവർ നൈസാക്കി കളയരുത്. ഇത് കറിയിലൂടെ കഴിക്കാൻ കിട്ടണം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് 1 സ്പൂൺ മാത്രം ഉപയോഗിച്ച് കറിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മീൻ വെച്ചെടുക്കുക. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മുതൽ 12 മിനിറ്റ് വരെ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ മൂടി തുറന്നിട്ട് ഇടയ്ക്ക് 1-2 പ്രാവശ്യം മീനൊന്നും എടുത്ത് ചുറ്റിച്ചു കൊടുക്കുക. മീൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ വെച്ചിട്ട് ഇളക്കരുത്. ഇപ്പം എരിവോ പുളിപ്പോ ഉപ്പോ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒന്നും കൂടെ എടുത്തൊന്ന് ചുറ്റിച്ചിട്ട് അയലേക്ക് സാധാരണ വെന്ത് കിട്ടാൻ ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ മതി. അയലേക്ക് വെന്ത് നല്ല കുറുകി കിട്ടാൻ ഏകദേശം ഒരു 12 മിനിറ്റ് മതിയാകും. ഇപ്പം നമ്മുടെ അയലേക്ക് നല്ലപോലെ വെന്ത് ചാറൊക്കെ നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വിറക് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കണം. കടുക് പൊട്ടുന്നതോടൊപ്പം തന്നെ ഒരു 3 പീസ് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വേവിക്കുക. ഉള്ളിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് പീസുകളാക്കി 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് ഇനി ഇതിനെ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ എടുത്ത് കറിയുടെ മുകളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വറവിട്ട ഉടനെ തന്നെ ഒന്ന് മൂടി വെച്ച് അടച്ചു വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് മാത്രം സെർവ് ചെയ്യുക. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മീൻ കറിയൊക്കെ നല്ല കുറുകി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നാടൻ ഹോട്ടലിലെ അയല മീൻ കറിയുടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നല്ല കുറുകി ഗ്രേവിയൊക്കെ കുറുവി കിട്ടിയിട്ടുണ്ട്. ഇതാ നോക്കിയേ, കാണാൻ എന്ത് മനോഹരമെന്ന്. കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളിയാണ്. നിങ്ങൾ ഇതുപോലെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിക്കോ. മീൻ കറികളൊക്കെ എപ്പോഴും കുറച്ച് സമയം കഴിഞ്ഞ് സെർവ് ചെയ്യാൻ നോക്കുക, എന്നാൽ അതിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഈ രീതിയിൽ മുന്നേ നിങ്ങൾ മീൻ കറി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ കണ്ടിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചേക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തിരിക്കണേ. ഇതിലും നല്ല കിടിലം കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മാഫിൻ. ബൈ ബൈ.